ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സിജി ആൻസൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മോരുകറി തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് മോരുകറി തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. അതിനാവശ്യമായ സാധനങ്ങളൊന്നും നമുക്ക് കാണാം. ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 5-6 കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളിയുമാണ്. കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കടുക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര ആവശ്യമില്ല, ആവശ്യത്തിന് മതി. അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള തൈര്. നല്ല തൈരായിരുന്നു. തൈരൊന്ന് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് എടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ബൗൾ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതായത് പകുതി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി മുറി. അപ്പോൾ നമുക്കിനി അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചെറിയ കഷ്ണം ഇഞ്ചി അതോട് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മളോട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3-4 അല്ലി വെളുത്തുള്ളി അതോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗൾ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് അരച്ചെടുത്തിട്ട് വരാം, അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി വളരെ എളുപ്പമാണ് നമുക്ക് കാച്ചുന്നത്. അപ്പോൾ അതിനായി നമുക്കൊരു കടായി എടുത്ത് വെക്കാം. ആ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മോരുകറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായ വെളിച്ചെണ്ണയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുവാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുകും അതുപോലെ തന്നെ ജീരകവും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഇനി നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ഇനി വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ അരച്ചപ്പോഴും ജീരകം ചേർത്തിരുന്നു, എന്നാലും ഞാനിവിടെ കുറച്ചും കൂടി ജീരകം ഒന്ന് എണ്ണയിലൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ജീരകം ഇട്ട് കൊടുക്കുവാണ്. കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ അരച്ചപ്പോൾ ഇച്ചിരി നമ്മൾ ചേർത്തിരുന്നു. ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന 5-6 കൊച്ചുള്ളി അരിഞ്ഞതാണ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു പച്ചമുളക് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. അതിനൊക്കെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും അതോട് ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പിലയാണ് എടുത്തിട്ടത്. ഇപ്പോൾ വീണ്ടും കറിവേപ്പില ബൗളിനകത്ത് ഒട്ടിപ്പിടിച്ചിരുന്നത് എടുത്തിട്ടതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി മോരുകറിക്ക് ആവശ്യമായ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടൊന്ന് മൂത്തിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിനി അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. തൈര് ചേർക്കുമ്പോൾ നമുക്ക് ചൂടാക്കാൻ പറ്റില്ല, മോര് മൊത്തത്തിൽ കുളവായി പോവും. അതുകൊണ്ട് അരപ്പ് ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. നമ്മൾ അരച്ചപ്പം 1 ഗ്ലാസ്സിന് അടുപ്പിച്ച് ഒരു ബൗളിനകത്ത് വെള്ളം നമ്മൾ ചേർത്തിരുന്നു. വീണ്ടും ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്നും കലക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചൂടായി വന്നതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. അല്ലാതെ തൈരിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്, അത് പിരിയുന്ന കണക്ക് തൈര് ചേർത്ത് പതപ്പിക്കരുത്. കൂടുതൽ ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങ് എടുത്താൽ മാത്രം മതി. ഓക്കെ, തൈര് ചേർത്ത് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇളക്കി ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്ന ഒരു മോരുകറിയാണ് ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മോരുകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ അറിയാതെ തന്നെ തിന്നു പോകും ഇതുപോലൊരു മോരുകറി ഉണ്ടെങ്കിൽ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറിയാണ്. ഇതിൽ പിന്നെ തക്കാളി ചേർക്കാത്തത് കൊണ്ട് ഇത് നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു മോരുകറിയാണ് ഇന്നിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം പിന്നീട് നമുക്ക് കാണാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ. Thank you for watching my video.